പ്രൈസ് ദി ലോർഡ്. കർത്താവേ, സുഖപിതാവേ, ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്യുന്നു. അല്പനിമിഷങ്ങൾ ദൈവവചനത്തിലും സംസാരിക്കുവാനുള്ള കൃപ അതിൻ്റെ മേൽ പകരണമേ. ഇത് കേൾക്കുന്ന വ്യക്തികൾ കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും വചനത്തിൽ അവർ മുന്നേറുവാനും ബലപ്പെടുവാനും ഇടയാകേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അതിനും ദൈവകൃപ പകർന്നാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം എന്നുള്ള വിഷയമാണ്. സ്വാതന്ത്ര്യം വരണമെങ്കിൽ അതിന് മുമ്പ് ഒരു അടിമത്തത്തിൽ നിന്ന് വിടുതൽ വേണം. അപ്പോൾ അടിമത്തം എന്തായിരുന്നു? ന്യായപ്രമാണത്തിൻ്റെ അടിമത്തം. അതെല്ലാം ചെയ്യുന്നവർക്ക് മാത്രം. ഒരു പ്രവൃത്തി ഇന്നത് ചെയ്യണം, അതിനനുസരിച്ചുള്ള പ്രതിഫലം. ഇവിടെ അങ്ങനെയുള്ള പ്രവൃത്തികളുടെ രക്ഷയ്ക്ക് യാതൊരു പ്രവൃത്തിയുമില്ല. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതാണ് പുതിയ നിയമത്തിൻ്റെ പ്രമാണം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമാണ്. ദൈവത്തോടുള്ള സമാധാനം ഏറ്റവും വലുത്. അത് വലിയ സമാധാനം. മനുഷ്യർക്ക് തരുവാൻ കഴിയാത്ത സമാധാനം, നമുക്ക് സ്വയമായി പ്രാപിക്കുവാൻ കഴിയാത്ത സമാധാനം യേശു ക്രിസ്തുവിൽ കൂടെ. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് പരീക്ഷണങ്ങൾ നടത്തിയിട്ടല്ല. ദൈവവചനം ബൈബിൾ സത്യമാണെന്ന് വിശ്വസിച്ച് അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുവാൻ, പുതിയ നിയമം പ്രത്യേകിച്ച് അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ രക്ഷ കിട്ടി. അതിൻ്റെ രക്ഷയുടെ സന്തോഷം കിട്ടി, സമാധാനം കിട്ടി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. ഹല്ലേലൂയ. പ്രത്യാശിക്കുവാൻ വചനപ്രകാരം പ്രത്യാശിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും വചനപ്രകാരം പ്രാപിക്കാവുന്ന കാര്യങ്ങൾ പ്രാപിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് ദൈവമക്കളുടെ ഒരു സാക്ഷ്യമാണ്. ഇന്ന് ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്ന ആ വിഷയത്തിൽ ക്രിസ്തുയേശുവിൽ കൂടെയുള്ള നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എങ്ങനെയാണ്? ആരിൽ നിന്നാണ്? എങ്ങനെയാണ്? അതിനുവേണ്ടി ചോരയൊഴുക്കിയവരുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, 10,000 മരിച്ചു, സ്വാതന്ത്ര്യം കിട്ടി. എന്നാൽ യേശു ക്രിസ്തു രക്തം ചിന്തി സ്വാതന്ത്ര്യം നൽകി. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും മരിച്ചാലും ആ രക്തത്തിന് വേറൊരുവന് സ്വാതന്ത്ര്യം, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം കൊടുക്കുവാനോ സ്വർഗത്തിൽ പോകുവാനോ രക്ഷ പ്രാപിക്കുവാനോ കഴിയത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലമാണ് ഗ്ലോറി വിശ്വസിക്കുന്നവർക്ക് ഒരു കഴുകലുണ്ടാകുന്നത്. പാപം കഴുകിക്കളഞ്ഞ് ദൈവമക്കളായി തീരുവാൻ. അതാണ് നമ്മുടെ വിജയം. ഹല്ലേലൂയ. പ്രവൃത്തി മൂലം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി മൂലം ആർക്കും നീതിമാനാകുവാൻ കഴിയാതിരുന്നപ്പോൾ, ഹല്ലേലൂയ, പഴയ നിയമത്തിലെ യാഗങ്ങൾ, പശുക്കളെ, മൃഗങ്ങളെ യാഗം കഴിച്ചു, പറവകളെ യാഗം കഴിച്ചു. താൽക്കാലികമായൊരു സമാധാനം ഉണ്ടായപ്പോൾ എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ്. ദൈവം മനുഷ്യനായി അവതരിച്ച് ഹല്ലേലൂയ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായി യാഗമായി തീർന്നതുകൊണ്ട് വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരുവാൻ അധികാരം ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇതിനായിട്ട് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുന്നു. 1-ാം വാക്യം: സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത് എന്ന് നാം വായിക്കുന്നു. അടിമനുഖം പഴയ നിയമ പ്രമാണത്തിൽ അടിമനുഖം മാറിയിട്ട് ഒരു പുതിയ പ്രമാണം. ഹല്ലേലൂയ. പറവുകളുടെയും ഹല്ലേലൂയ പശുക്കളുടെയും ഒന്നും രക്തം ചിന്തുന്ന മൂലം പൂർണ്ണമായി നിലനിൽക്കുന്ന ഒരു പാപശാന്തി, ഒരു വിടുതൽ, സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. ഓരോ പിന്നെയും കുറ്റം ചെയ്യുന്നു, പാപം ചെയ്യുന്നു, പിന്നെയും യാഗം കഴിക്കുന്ന ആ ഒരു പാപത്തിന് മാത്രം പരിഹാരമായിട്ട് ഒരു യാഗം തീർന്നപ്പോൾ കർത്താവായ യേശു ക്രൂശിൽ പരമയാഗമായി തീർന്ന മൂലം ലോകത്തിൽ ഉള്ള സകല മനുഷ്യർക്കും വിശ്വാസത്താൽ നീതീകരണം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അങ്ങനെ സ്വാതന്ത്ര്യം ദൈവം നമുക്ക്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം തള്ളിക്കളയരുത്. യേശുക്രിസ്തുള്ള വിശ്വാസം തള്ളിക്കളയരുത്. ദൈവവചന പ്രകാരം ബൈബിൾ അടിസ്ഥാനത്തിൽ
ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് രക്ഷിക്കപ്പെടണം, സ്നാനപ്പെട്ട യേശുവിനോട് ചേരണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, കർത്താവിൻ്റെ വരവിന് വേണ്ടി അടിമത്തന്മാർ നാം പ്രതീക്ഷിക്കുന്നു. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം നമ്മൾ വിശ്വസിച്ച് അതിനായി കാത്തിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മിലെ ഒരു സ്വാതന്ത്ര്യം, ഒരു വിശ്വാസം, ഒരു ഉറപ്പ്. 1-ാം വാക്യത്തിൽ പരിച്ഛേദനയിൽ കൂടെ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ഇനിയും നമ്മൾ പരിച്ഛേദന ഏൽക്കണ്ട. അങ്ങനെ ചെയ്താൽ നമുക്ക് ക്രിസ്തുവിനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അത് ദൈവം അംഗീകരിക്കുകയില്ല. പ്രമാണം മാറ്റി. കാരണം അത് ന്യായപ്രമാണത്തിൻ്റെ ഭാഗമാണ്. കൃപായുഗത്തിൽ നാം കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഹൃദയ പരിച്ഛേദനയാണ് നമ്മുടെ ഹൃദയ പരിച്ഛേദന, നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസം. ഹല്ലേലൂയ, സ്തോത്രം. 3-ാം വാക്യത്തിൽ 5-ന്റെ വാക്യത്തിൽ ഗലാത്യർ 5-3 പരിച്ഛേദന ഏൽക്കുന്ന യവനും ന്യായപ്രമാണം മുഴുവനും അനുഷ്ഠിക്കണമെന്ന് കാണുന്നു. അത് സാധ്യമല്ല. അത് തോറ്റതായ പ്രമാണം, തോറ്റുപോയി. ന്യായപ്രമാണത്തിൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് പുതിയ പ്രമാണം വന്നത്. അതുപോലെ പശുക്കളെയും പറവജാതികളെയും അങ്ങനെ ഒക്കെ യാഗം കഴിച്ച് താൽക്കാലികമായി രക്തം ചെന്ന് രക്തത്താൽ വിമോചനം താൽക്കാലികമായി ഉണ്ടായി. എന്നാൽ ഗ്ലോറി, ഇന്ന് ഏത് മനുഷ്യനും ഒരു സാധാരണ മനുഷ്യൻ്റെ രക്തം ചിന്തിയത് കൊണ്ട് പാപയാകും. ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് തൻ്റെ പരിശുദ്ധ രക്തം പാപമില്ലാത്തവനായി 33 തിരുവയസ്സ് വരെ ജീവിച്ച്, ഗ്ലോറി ടു ഗോഡ്, നമ്മുടെ പാപത്തിന് എല്ലാവരുടെയും പാപത്തിന് പരിഹാരമായി പാപപരിഹാര ബലിയായി തീർന്നത് കൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് ദൈവത്തോട് സമാധാനം. റോമർ 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് ദൈവത്തോട് സമാധാനം. വിശ്വാസത്താൽ നീതി ലഭിക്കും എന്ന് നാം വിശ്വാസത്താൽ നീതീകരണം ഉണ്ടാകുന്നു. അതിൻ്റെ 3-ാം വാക്യം ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ വിശ്വാസം മൂലം സാധിക്കും. ദുഷ്ടലോകത്തിൽ നിന്ന് ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പല പടികളാണ്. ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കും. ദുഷ്ടന്മാർക്ക് നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. പിശാചിന് നമ്മെ അടിമപ്പെടുത്തുവാൻ കഴിയത്തില്ല. പിശാചിൻ്റെ പ്രവൃത്തികൾ നമ്മെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. നമുക്ക് കർത്താവിലുള്ള വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യ ജീവിതം നടത്തുവാൻ കഴിയും. എൻ്റെ 3-ാം വാക്യം ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കുന്നു കർത്താവിലുള്ള വിശ്വാസത്താൽ. കർത്താവായ ക്രിസ്തു കാൽവറിയിൽ യാഗമായി തുറന്ന് എൻ്റെയും കൂടെ പാപത്തിന് പരിഹാരമായി വിശ്വസിച്ചാൽ ദൈവമക്കളായി തീരുവാൻ കഴിയുമെന്നുള്ള വിശ്വാസത്താൽ നമുക്ക് നീതീകരണം ഉണ്ടാകുന്നു. ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിപ്പാൻ, പാപസ്വഭാവത്തിൽ നമ്മെ വിടുവിക്കുന്നു. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. അതെങ്ങനെ സാധിച്ചു? ക്രിസ്തുവിനെ ആരും ഇറക്കിയതല്ല. അത് നമുക്ക് കഴിയത്തില്ല. പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, അവൻ മാത്രമാണ് പാപമില്ലാത്തവൻ. അതുകൊണ്ട് പാപികളായ മനുഷ്യർക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ രക്തം ചിന്തി നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് നമ്മളെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് പാപത്തിൽ നിന്ന് വിടുതൽ, സാങ്ക്ടിഫൈങ് ബ്ലഡ് ഓഫ് ജീസസ്, വിശുദ്ധീകരിക്കുന്ന. അതിൻ്റെ 4-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ കൃപ, സമാധാനം നമ്മിൽ വസിക്കും. യേശുക്രിസ്തുവിൻ്റെ കൃപ, ഗ്രേസ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് പീസ് ഓഫ് ക്രൈസ്റ്റ്, ഇറ്റ് വിൽ റിസൈഡ് ഇൻ, നമ്മിൽ വസിക്കും എന്നേക്കാണ്. അതിൻ്റെ 6-ാം വാക്യത്തിൽ ദൈവകൃപയാലും, ഹല്ലേലൂയ, ദൈവകൃപയാലുള്ള വിളി എന്ത്? സുവിശേഷമാണ്. സുവിശേഷം ഒരു കോളാണ്. ദൈവകൃപയുടെ വിളിയാണ് സുവിശേഷം. ഹല്ലേലൂയ, ആ സുവിശേഷമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നല്ല വിശേഷം. അവനാണ് ഏകരക്ഷകൻ. അവൻ്റെ ബലിയാണ് ദൈവം അംഗീകരിക്കുന്നത്. അവൻ മാത്രമാണ് പാപമില്ലാത്തവൻ. ദൈവം അംഗീകരിച്ച മനുഷ്യനും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും, ദൈവം അയച്ച, ദൈവം അംഗീകരിച്ച ദൈവത്തിൻ്റെ പുത്രൻ. അവൻ ലോകത്തിലുള്ള എല്ലാവരും വിശ്വസിച്ച് പാപക്ഷമയേറ്റെങ്കിൽ മാത്രമേ ദൈവം വസിക്കുന്ന ഇടമായ സ്വർഗത്തിൽ നമുക്ക് പോകുവാൻ കഴിയും. രക്ഷ, അങ്ങനെ രക്ഷ അത് ക്രിസ്തുവിൻ്റെ
ക്രിസ്തുവിൻ്റെ സുവിശേഷമല്ലാതെ വേറെ ഒരു സുവിശേഷമുണ്ട്, തെറ്റായ സുവിശേഷം അറിയിക്കുന്നു. അതുകൊണ്ട് അത് ശാപകരമാണ്. ക്രിസ്തു വചനത്തിൽ പറഞ്ഞതിന് വിരുദ്ധമായി ആര് സംസാരിച്ചാലും അത് തെറ്റായ സുവിശേഷമാണ്, നമ്മെ നീതീകരണത്തിലേക്ക് നടത്തുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒരുവന്റെ ജനനം മുതൽ ദൈവനെ വേർതിരിച്ച് വിളിക്കുന്നവരാണ് സമയാസമയങ്ങളിൽ സഭയിൽ ചേരുന്നത്. സഭയിൽ ചേർക്കുവാനാണ് യേശു വരുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ വിശ്വാസത്താൽ ദൈവമക്കളാകുന്നവർ ദൈവസഭയുടെ അംഗങ്ങളാകുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളല്ലാതെ ആരെങ്കിലും സ്വയമായി ഉണ്ടാക്കിയ ഒരു സുവിശേഷം വേറൊരു വ്യക്തിയെ കുറിച്ച് പറയുന്നുവെങ്കിൽ, അല്ല ഉപദേശത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് ശരിയായ സുവിശേഷമല്ല. ഹല്ലേലൂയ, പ്രൈസ്. അത് ശാപകരമാണ്. അത് പറയുന്നവനും കേൾക്കുന്നവനും അതൊരു ശാപമാണ്. ദൈവത്തിൻ്റെ യാതൊരു വിടുതലും അവനുണ്ടാകില്ല. ഹല്ലേലൂയ. ദൈവദിനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുവൻ്റെ ജനനം മുതൽ ദൈവം അവനെ വേർതിരിച്ച് അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ വേർതിരിച്ച് ഗ്ലോറിയെ വിളിക്കുന്നു. അതെങ്ങനെ സാധിക്കുന്നു? ഹല്ലേലൂയ. ചിലരെ വിളിക്കുന്നു, ചിലരെ വിളിക്കുന്നില്ല എന്നുള്ളതല്ല. എന്തുകൊണ്ട് ജനിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം ചിലരെ വേർതിരിക്കുന്നു എന്ന് വെച്ചാൽ, അവൻ ജനിച്ചാൽ, അവൻ വളർന്നാൽ അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ മുന്നറിവ് കൊണ്ടാണ് അവനെ മുദ്രയിടുന്നത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതിൻ്റെ 5-ാം വാക്യം, ന്യായപ്രമാണമായ അടിമത്വത്തിൽ നിന്നും കൃപായുഗത്തിലേക്ക് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ദൈവമക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റെ 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പീൻ, പരസ്പരം കലഹിക്കരുത്. ദൈവവചനത്തിലുള്ള കാര്യം അതുപോലെ ചെയ്യാൻ നമ്മൾ ബാധിച്ചു. അന്യോന്യം ഒരു സേവനമാണ് സ്നേഹം. പരസ്പരം കലഹിക്കരുത്. അങ്ങനെ ഉണ്ടായിരിക്കാം. രക്ഷിക്കപ്പെട്ട് ദാനപ്പെട്ട് സഭാംഗമൊക്കെ ആയാലും ചിലതൊക്കെ പാപ സ്വഭാവങ്ങളും ഒക്കെ നമ്മിൽ പിന്നെയും അല്പാൽപമായി കാണും. അതൊക്കെയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും മാറ്റിയെടുത്ത് ഒരു പൂർണ്ണ രൂപത്തിലേക്ക് നാം ആകേണ്ടതായിട്ട്. അതിൻ്റെ 16-ാം വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം, എന്നാൽ ജഡത്തിൻ്റെ മോഹത്തിൽ നിന്നും വിടുവിക്കപ്പെടും. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, അത് മുഴുത്ത് മരണത്തിലേക്ക് വരുന്നു. പാപത്തിൽ മരിക്കും. ഹല്ലേലൂയ. ദൈവമക്കൾ വിശ്വാസത്തിൽ മരിക്കും. രക്ഷിക്കപ്പെടാത്തവർ പാപത്തിൽ മരിക്കും. ക്രിസ്തീയ ജീവിതമുണ്ട്. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്നാനപ്പെട്ട യേശുവിനോട് ചേർന്നു, അഭിഷേകം പ്രാപിക്കുന്നു, ആത്മീകമായി വളരുന്നു. നമ്മളോട് പോരാടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ജഡസ്വഭാവം, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. 15 കാര്യങ്ങളാണ്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കയില്ല. ശാഠ്യവും പിണക്കും ഒക്കെയുണ്ട്. കുറച്ചൊക്കെ വിഗ്രഹാരാധനയൊന്നുമില്ലായിരിക്കാം. എല്ലാം ഇത് മുഴുവനും ജഡത്തിൻ്റെ സ്വഭാവങ്ങളാണ്. ഇത് മുഴുവൻ നമ്മിൽ നിന്ന് മാറണം. അതിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിദേശത്ത് പോകാനോ നല്ല മാർക്കിട്ടൊക്കെ വേണം. അതൊക്കെ നല്ല കാര്യം, അതും എന്നാൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മിലുള്ള ഈ പാപ സ്വഭാവങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി വസിക്കണം. ഹല്ലേലൂയ. അതിൻ്റെ ലിസ്റ്റ് 15 കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഭാഗം ഗലാത്യ ലേഖനം 5-ാം അധ്യായമൊക്കെ വായിച്ച് നിങ്ങൾ വായിക്കണം. അത് വായിച്ച് നമ്മൾ മാറ്റേണ്ട കാര്യങ്ങൾ, എടുക്കേണ്ട കാര്യങ്ങൾ ഒക്കെ നമ്മൾ വചനം മുഴുവനും വായിച്ച്, പ്രത്യേകിച്ച് പുതിയ നിയമം വായിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മിക വളർച്ചയുണ്ടായെങ്കിലേ നമുക്കൊരു ഗതി ഉണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ അത് വായിച്ച്, എന്നാൽ ആത്മാവിൻ്റെ സ്വഭാവമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പിന്നെ വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം മുതലായ കാര്യങ്ങളാണ്. ഒരുവൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയി എങ്കിൽ ആത്മീകരായ നിങ്ങൾ അവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവീനെന്ന് നമ്മൾ കാണുന്നുണ്ട്. 6-ാം വാക്യത്തിൽ ദൈവമക്കൾ തമ്മിൽ ചെയ്യേണ്ടത്, ഒരുവൻ പിന്മാറുന്നുവെങ്കിൽ അവന് പിന്മാറ്റക്കാരനാണെന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കുകയല്ല, അവനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവനും ദൈവകൃപയിൽ നിൽക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവീൻ. അടുത്ത അധ്യായത്തിൽ കാണുന്നു. തമ്മിൽ ഭാരങ്ങളെ പറഞ്ഞ് നമ്മുടെ വിഷയങ്ങൾ അന്യോന്യം പറഞ്ഞ്, സാമ്പത്തിക വിഷയങ്ങൾ, രോഗങ്ങൾ, മറ്റ് പോരാട്ടങ്ങൾ, ഇതൊക്കെയുണ്ട് പറഞ്ഞ് അതിൽ നിന്ന് ജയമെടുക്കുവാൻ, ആത്മീയത്തിൽ മുന്നേറുവാൻ പരസ്പരം ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. താൻ അല്പനായിരിക്കെ മഹാൻ എന്ന് ഒരുവൻ നിരൂപിച്ചാൽ തന്നെ താൻ വഞ്ചിക്കുന്നു. ഒരുവൻ ഞാൻ നല്ലവനാ, ഞാൻ ആത്മീകനാ, ഞാൻ ജയിച്ചാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കാൻ പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ അവസാനം വരെ പിശാചിൻ്റെ പോരാട്ടത്തിന് കീഴിലാണ്. ഗ്ലോറി. അതിൽ നാം ജയ ജീവിതം നയിക്കണം. ആരെങ്കിലും പിശാചിൻ്റെ അടിമത്തപ്പെടുന്നത് കാണുമ്പോൾ അവന് വേണ്ടി യോസിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപദേശിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ എന്ന് നാം കാണുന്നുണ്ട്. അടുത്ത 6-ാം വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ഓഹരി എന്ന് പറഞ്ഞ 50%, 10%. അതാരും കൊടുക്കാറില്ല. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നെങ്കിലും അത് ദശാംശമെങ്കിലും സഭയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കണമെന്ന് പോലും ഇവിടെയും ആ കാര്യം അറിയിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം വായിക്കുക, ശ്രദ്ധയോടെ വായിക്കുക. നമ്മുടെ കുറ്റങ്ങൾ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി ദൈവത്തോട് ക്ഷമ ചോദിച്ച് അതിന്മേൽ ജയമെടുക്കുവാൻ ദൈവത്തോട് കരുണയ്ക്കായി അപേക്ഷിച്ച് നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ വളരുക. കാഹളം ധ്വനിക്കുമ്പോൾ ദൈവസ്ഥനിലേക്ക് ചേർക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.